രമണ മഹർഷിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കുറെ പേര് വഴക്കിട്ടു. എന്താ വഴക്കിട്ടത്? അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുറെ ബ്രാഹ്മണർ ഇപ്പുറത്തിരിക്കുന്നു, ബ്രാഹ്മണരല്ലാത്തവരപ്പുറത്തിരിക്കുന്നു, അങ്ങക്ക് പ്രിയപ്പെട്ടവർ അങ്ങയുടെ അടുത്തിരിക്കുന്നു. ഈ വിവേചനം അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ രമണ മഹർഷി വളരെ ശാന്തനായിട്ട് പറഞ്ഞു, ബ്രാഹ്മണരാണെന്ന് വിചാരിക്കുന്നവർ അവിടെ ഇരിക്കുക, ബ്രാഹ്മണരല്ലെന്ന് വിചാരിക്കുന്നവർ അവിടെ ഇരിക്കുക, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് വിചാരിക്കുന്നവർ ഇവിടെ ഇരിക്കുക. അപ്പൊ നിങ്ങളുടെ വിചാരമാണ് ഇതെല്ലാം. നിങ്ങൾ ബ്രാഹ്മണരെന്നൊരു കാറ്റഗറി ഒന്നുമല്ല. യു തിങ്ക് ദാറ്റ് യു ആർ എ ബ്രാഹ്മിൻ, യു തിങ്ക് ദാറ്റ് യു ആർ എ നായർ, യു തിങ്ക് ദാറ്റ് യു ആർ എ ക്ഷത്രിയ, വൈശ്യ ഓർ ശൂദ്ര. ദർ ഈസ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ഓൺലി യുവർ തോട്ട് വിച്ച് മേക്സ് യു ലൈക്ക് ദാറ്റ്. ബ്യൂട്ടിഫുൾ ആയിട്ട് രമണ മഹർഷിയുടെ വരികള് ജീവിതം മൊത്തം ആത്മീയതയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ശ്രീനാരായണ ഗുരുദേവൻ അവസാനം മൂത്രതടസ്സം അതുപോലെയുള്ള രോഗം വന്നു. പലരും ചോദിച്ചു, അങ്ങ് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു, പലതും ചെയ്തു, എന്തുകൊണ്ട് അങ്ങക്കിത് വേണ്ടി വന്നു? ശരീരമല്ലേ മക്കളെ, ഈ ശരീരം ആർജിതവും സഞ്ചിതവുമായ കർമ്മഫലം അനുഭവിച്ചല്ലേ തീരുള്ളൂ. ആത്മാവിന് ഇതൊന്നും ബാധിക്കുന്നില്ലല്ലോ. ഇതൊരു വരിയാണ് നാരായണ ഗുരുദേവന്റെ വരികൾ. അതൊക്കെ പഠിക്കണം. അതാണ് 21ാം നൂറ്റാണ്ടിൽ ആവശ്യമുള്ളത്. അല്ലാതെ നമ്മൾ പഠിക്കുന്ന വേറെ പലതൊന്നും ഒരു ആവശ്യമില്ല. ഒരു മണ്ണാങ്കട്ടയിലെ വെറുതെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ട് ഒരു പ്രയോജനം ഇല്ലാതെയാക്കാനാണ്. യഥാർത്ഥത്തില് ആ നാരായണ ഗുരുദേവന്റെ വരികൾ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞതും ഓരോ ചിന്തയിലും ഗുരുദേവൻ അത് പ്രായോഗികമാക്കിയതും രാമായണത്തില് വാൽമീകി മഹർഷി ഒരു ചരിതത്തിലൂടെ രാമൻ എന്ന ഒരു പുത്രൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്, അതുപോലെ സീത എന്ന ഭാര്യ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്, ലക്ഷ്മണൻ എന്ന അനുജൻ എങ്ങനെയാണ് അനുജനായി ജീവിക്കേണ്ടത് എന്ന് 14 വർഷം സിംഹാസനത്തിലിരിക്കാതെ എല്ലാ നന്മകളും ഞാൻ ഭരിക്കുമ്പോൾ ആ നന്മകൾ ശ്രീരാമനുള്ളത്, ഞാൻ ഭരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഈ രാജ്യത്തിൽ തിന്മകളായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് എന്ന് പറഞ്ഞ ഭരതന്റെ അത്യുജ്വലമായ മാനസികാവസ്ഥ, വസിഷ്ഠന്റെ ആചാര്യസ്ഥാനം, വിഭീഷണൻ ജ്യേഷ്ഠനെ ഉപദേശിക്കുന്നത്, മണ്ഡോദരി ഭർത്താവിനെ കറക്റ്റ് ചെയ്യുന്നത്, താര ബാലിയുടെ മുമ്പിൽ വന്ന് ധർമ്മശാസ്ത്രം വിവരിക്കുന്നത്, അംഗദൻ എന്ന മകനോട് അച്ഛനായ ബാലി രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഉപദേശിക്കുന്നത്, അതുപോലെ ഹനുമാൻ അതിഗംഭീരമായിട്ട് ദാസഭാവ ഭക്തി കാണിക്കുന്നത്, ഇതെല്ലാം ഒന്ന് മറച്ചു നോക്കാൻ എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 21ാം നൂറ്റാണ്ടില് നിങ്ങൾ പരിധിക്കപ്പുറം കരയില്ല, പരിധിക്കപ്പുറം ചിരിക്കില്ല, ഒരു തെറ്റുകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, ഒരു അധർമ്മത്തിനും നിങ്ങൾ കൂട്ടുനിൽക്കില്ല. കാരണം കൺമുമ്പില് ജീവചൈതന്യമുള്ള ശ്രീരാമന്റെ കുടുംബാംഗങ്ങളുടെ ജീവിതമാണ് നിരത്തി വച്ചിരിക്കുന്നത്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്തതായിട്ട് വാൽമീകി രാമായണത്തില് ഒരു വരി പോലുമില്ല. ഒരാളെന്നോട് ചോദിക്കേണ്ടായി, ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചത് ശരിയാണോ? സിമ്പിൾ ആൻസറാണ്. ആരംഗീകരിക്കുന്നു ആരംഗീകരിക്കുന്നില്ല എന്നല്ല പ്രശ്നം. വസ്തുത എന്ത്? വസ്തുത ശ്രീരാമൻ എന്ന വ്യക്തി സീതയെ മറ്റൊരാളുടെ സ്ഥലത്ത് നിന്ന് സ്വീകരിച്ചതുപോലെ നിന്നെ ഞാൻ സ്വീകരിക്കില്ല, ഞാൻ ധാർമ്മികമായി അത്രയും അധപ്പതിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ശ്രീരാമൻ വ്യക്തിയും ശ്രീരാമൻ രാജാവുമാണ്, രണ്ടാണ്. രാജാവായ ശ്രീരാമൻ ചെയ്തത് ശരി, വ്യക്തിയായ ശ്രീരാമൻ ചെയ്തത് തെറ്റ്. ഇവിടെയാണ് ശരിയും തെറ്റും വരുന്നത്. എന്താ കാരണം? ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. യദ്യദാചരതി ശ്രേഷ്ഠ തത്ത
യത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രീരാമൻ ഭരിക്കുന്ന ജനങ്ങളുടെ അഭിപ്രായം കേട്ട് ഭരിക്കുന്ന വ്യക്തിയാണ്. ഒരു വ്യക്തി എന്നല്ല, സമൂഹത്തില് ഒരു രാജാവിന് ഉണ്ടായിരിക്കേണ്ട സ്ഥാനം ഇന്ന് ഒരു മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഉള്ള സ്ഥാനം പോലെ അല്ല, കുറച്ചുകൂടി മഹത്വമേറിയ സ്ഥാനമായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് ജനങ്ങള് രാജാവിനെതിരെ വ്യക്തിപരമായ ജീവിതത്തിലോ സമൂഹ ജീവിതത്തിലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആ രാജാവ് കടപ്പെട്ടിരിക്കുന്നു, ആ രാജാവിന്റെ കുലത്തിന്റെ ധർമ്മം നിലനിർത്താൻ. അതുകൊണ്ട് സീത അത് ചെയ്തു, സീതയെ കൊണ്ട് ചെയ്യിച്ചു. ഈ ഒരു ആൻസർ രാമായണത്തില് വാത്മീകി തന്നെ നൽകുന്നുണ്ട്, ഗോപാലകൃഷ്ണൻ അല്ല നൽകിയത്. മാത്രല്ല, മരത്തിന്റെ ഇപ്പുറത്ത് ഒളിഞ്ഞു നിന്നുകൊണ്ട് ബാലിയെ അസ്ത്രമെയ്തപ്പോൾ ബാലിയുടെ ഭാര്യ താര അതിഗഹനമായ ധർമ്മശാസ്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങയെപ്പോലെ അവതാരമായ ഈശ്വരൻ ഒരു കാരണവശാലും എന്റെ ഭർത്താവിനെ മറഞ്ഞു നിന്ന് അസ്ത്രമെയ്ത് വധിക്കരുതായിരുന്നു, ഇത് അങ്ങയുടെ കുലത്തിന് കളങ്കമാണ് എന്ന് അതിശക്തമായിട്ട് ഒരു സ്ത്രീ ശ്രീരാമന്റെ നേരെ വിരലി ചൂണ്ടുന്നുണ്ട്. അതിനെല്ലാ കാര്യങ്ങളും വിവരിച്ചതിന് ശേഷം ശ്രീരാമൻ താരയെ ആശ്വസിപ്പിച്ചു പറയാൻ, അടുത്ത ജന്മത്തില് ഞാൻ കൃഷ്ണനായി വരുമ്പോൾ നിന്റെ ഭർത്താവ് ബാലി വേടനായി വന്ന് ഇതേപോലെ മറഞ്ഞു നിന്ന് എന്റെ കാലിലേക്ക് അസ്ത്രമെയ്യുന്നുണ്ടാവും. അന്ന് അവന് ഈ അവസരം ലഭിക്കാൻ ഇന്ന് ഞാൻ ഇത് ചെയ്തു എന്ന് മാത്രം നീ വിചാരിക്കുക. ഇതോടുകൂടി അത് കൺക്ലൂഡ് ചെയ്യാം. അടുത്ത ജന്മത്തിൽ ശ്രീകൃഷ്ണൻ ബെട്ട് ദ്വാരകയില് വെരാവല്ലിന്റെ അടുത്ത് ഗുജറാത്തില് ഒരു കാട്ടിലിങ്ങനെ ചെരിഞ്ഞിരിക്കുമ്പോൾ കാലിന്റെ വിരൽത്തുമ്പ് കണ്ട് അതൊരു മാനാണെന്ന് ധരിച്ച് ഈ വേടൻ അസ്ത്രമെയ്യുന്നുണ്ട്. ആ അസ്ത്രമെയ്ത് കൊണ്ടാണ് ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്യുന്നത്. അവിടെ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് പകരം വീട്ടാൻ ഈശ്വരനോ മറ്റാരെങ്കിലും ആണെങ്കിലും അവസരം നൽകിക്കൊണ്ടൊരു ജന്മജീവിതമാണ് ശ്രീരാമന്റെ ജീവിതം. വളരെ ഗംഭീരാണ്, അതിഗംഭീരാണ് രാമായണത്തിലെ സന്ദേശങ്ങൾ. ഓരോ വരിയും നമുക്ക് ഉജ്ജ്വലം. ഇതിന്റെ മറ്റൊരു രൂപമാണ് യഥാർത്ഥത്തിൽ മഹാഭാരതത്തിലുള്ളത്. ആ ധൃതരാഷ്ട്രര് വളരെ വ്യക്തമായിട്ട് തുറന്നടിക്കുന്നുണ്ട് വിതുരനോട്. ധർമ്മശാസ്ത്രപ്രകാരം ഒരു രാജാവാകാൻ അടുത്ത അർഹതപ്പെട്ട വ്യക്തിക്ക് കണ്ണ് കണ്ടൂടാ, ചെവി കേട്ടൂടാ, പല്ല് ശരിയല്ല, നാക്ക് വഴങ്ങുന്നില്ല. ഈ 4 കണ്ടീഷൻ ശരിയല്ലെങ്കിൽ അയാളെ രാജാവാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എനിക്ക് കണ്ണ് കണ്ടുകൂടാത്തത് കൊണ്ടാണ് ഹസ്തിനപുരത്തെ രാജാവാക്കാൻ ആരും എനിക്ക് അവസരം നൽകാത്തത്. പക്ഷേ എന്റെ മൂത്ത മകനായ ദുര്യോധനന് എന്തു കുറവാണുള്ളത്? എനിക്ക് രാജാവാകാൻ പറ്റിയില്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കേണ്ട എന്റെ മൂത്ത മകന് ഒരു കുറവുമില്ലാത്തതുകൊണ്ട് അവനെ രാജാവാക്കേണ്ടതല്ലേ എന്ന ചോദ്യം. എത്ര ചോദ്യങ്ങളാ ചോദിക്കുന്നത്! മഹാഭാരതത്തിന്റെ വഴിയിലൂടെ മുമ്പോട്ട് നീങ്ങിയാൽ കയ്യുകെട്ടി നിന്ന് ഈ രാഷ്ട്രത്തിന്റെ മഹത്വം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ മഹാഭാരതത്തിലും രാമായണത്തിലും എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങള് ഓർമ്മിക്കാനുള്ള ഒരു കാര്യം എന്നും ശ്രദ്ധിക്കുക. രാമായണത്തിലും മഹാഭാരതത്തിലും അത് എഴുതിയ മഹർഷിമാര് കാര്യങ്ങൾ അതേപോലെ എഴുതുക ചെയ്തിരിക്കുന്നത്. അവരുടെ വീക്ഷണകോണുകൾ നിങ്ങളുടെ തലയിൽ അവർ കെട്ടിവെച്ചിട്ടില്ല. ദുര്യോധനനെ വേദവ്യാസൻ അതിപ്രഗൽഭനും പണ്ഡിതനും വീരശൂര പരാക്രമിയുമായ രാജകുമാരൻ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഒരു സ്ഥലത്തും ദുര്യോധനനെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല. യുദ്ധം പോലെ പ്രസന്റ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് രാമായണവും മഹാഭാരതവും വായിക്കുമ്പോൾ ആസ് ഈസ് ഗിവൺ
So we are reading. It is our duty to take or reject whatever is given from that. അത് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഒരിക്കൽ വെജിറ്റേറിയൻ സൊസൈറ്റി സസ്യാഹാര സമിതിയില് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു നല്ല പ്രഭാഷണത്തില് ഒരാള് ഒരു ചോദ്യം ചോദിച്ചു. ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. എന്റെ കൂട്ടത്തിലുള്ള സസ്യാഹാരികള് നഖശികാന്തം എതിർത്തു. എന്താ എതിർത്തത്? ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടില്ല, ഉറപ്പാ. കാരണം ഇവര് ശ്രീരാമന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നേ.